21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രസീൽ വലിയ സാമ്പത്തിക രാഷ്ട്രീയ മാറ്റത്തിന് വിധേയമായി. അഴിമതി, സങ്കീർണമായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൊപ്പം രാജ്യം വളർച്ച കൈവരിച്ചു. ഈ കാലയളവിൽ ഫോർട്ടലേസയിലെ സെൻട്രൽ ബാങ്ക് സാമ്പത്തിക സ്ഥിരതയുടെ ഒരു സ്തംഭമായി നിലകൊണ്ടു. അത് ബ്രസീലിന്റെ കറൻസി കൈകാര്യം ചെയ്യുകയും കർശനമായ സുരക്ഷ നിലനിർത്തുകയും ചെയ്തു. എന്നിരുന്നാലും അത് അഭൂതപൂർവമായ ഒരു കവർച്ചയുടെ ലക്ഷ്യമായി മാറി. ഈ കവർച്ച യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല. കുറ്റവാളികൾ നിരവധി മാസങ്ങളായി ഓരോ ഘട്ടവും ആസൂത്രണം ചെയ്തു. ബാങ്കിന്റെ സുരക്ഷയും ചുറ്റുമുള്ള നഗരപ്രദേശവും അവർ പഠിച്ചു. അവരുടെ പദ്ധതി രൂപകൽപ്പന ചെയ്യാൻ അവർ ശ്രദ്ധാപൂർവമായ എഞ്ചിനീയറിംഗും കൃത്യമായ സമയക്രമവും ഉപയോഗിച്ചു. 2005 മെയ് മാസത്തിൽ ഒരു കൂട്ടം കുറ്റവാളികൾ അവരുടെ പദ്ധതി നടപ്പിലാക്കി. ബാങ്കിനടുത്തുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് അവർ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു. വസ്തു ഒരു പൂന്തോട്ട പരിപാലന ബിസിനസ്സായി ഉപയോഗിച്ചു. മണ്ണ് നിറച്ച വാനുകൾ വരുന്നതും പോകുന്നതും അയൽക്കാർ കണ്ടു. എല്ലായ്പ്പോഴും സാധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഫോർട്ടലേസയിൽ എല്ലാം തികച്ചും സാധാരണമായി തോന്നി. അതീവ സുരക്ഷയുള്ള ഒരു ബാങ്കിൽ അതിക്രമിച്ച് കയറാൻ വെറും ശക്തിയേക്കാൾ കൂടുതൽ ആവശ്യമാണെന്ന് കള്ളന്മാർ മനസ്സിലാക്കി. അത്യാധുനിക സംവിധാനങ്ങളെ മറികടക്കാൻ അവർക്ക് സമർത്ഥമായ ഒരു മാർഗം ആവശ്യമായിരുന്നു. അവരുടെ ഉത്തരം ധീരവും സങ്കീർണവുമായിരുന്നു. വാടക വീട്ടിൽ നിന്ന് നേരിട്ട് ബാങ്കിന്റെ നിലവറയിലേക്ക് 80 മീറ്റർ തുരങ്കം കുഴിച്ചു. 3 മാസത്തേക്ക് മുകളിലുള്ള ലോകം അതിന്റെ ദൈനംദിന ദിനചര്യ തുടർന്നപ്പോൾ ഈ കുറ്റവാളികൾ ഭൂമിക്കടിയിൽ ജോലി ചെയ്തു. അവർ എല്ലാ വിശദാംശങ്ങളും ആസൂത്രണം ചെയ്യുകയും തുരങ്കം പുതുതായി കുഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. തുരങ്കം തന്നെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായിരുന്നു. അതിന്റെ നീളം ഏകദേശം 78 മുതൽ 80 മീറ്റർ വരെയായിരുന്നു. അതിന്റെ വ്യാസം ഏകദേശം 70 സെന്റിമീറ്റർ ആയിരുന്നു. ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ ഇടുങ്ങിയതും എന്നാൽ കുറ്റവാളികൾക്ക് പണം നീക്കാനും കൊണ്ടുപോകാനും മതിയായ വീതിയുണ്ടായിരുന്നു. ഏകദേശം 4 മീറ്റർ ആഴത്തിൽ തുരങ്കം കുഴിച്ചു. പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനൊപ്പം ഉപരിതല പ്രവർത്തനങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കാനും ഈ ആഴം തിരഞ്ഞെടുത്തു. തകർച്ച തടയാൻ തുരങ്കത്തിന്റെ ചുവരുകൾ മരത്തടികൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുകയും പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് നിരത്തുകയും ചെയ്തു. വൈദ്യുതി വിളക്കുകളുടെയും എയർ കണ്ടീഷനിന്റെയും ഒരു അടിസ്ഥാന സംവിധാനം സ്ഥാപിച്ചു. ഈ ഇംപ്രൂവൈസേഷൻ കുറ്റവാളികൾക്ക് സുരക്ഷിതമായും ഭൂമിക്കടിയിൽ സുഖമായും പ്രവർത്തിക്കാൻ അനുവദിച്ചു. എല്ലാ ദിവസവും വാടക വീട് ഒരു പൂന്തോട്ട പരിപാലന ബിസിനസ്സായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കുറ്റവാളികൾ രഹസ്യമായി അധ്വാനിച്ചു. സാധാരണ ലാൻഡ്സ്കേപ്പിംഗ് ജോലിയുടെ ഭാഗമെന്ന പോലെ അവർ കുഴിച്ചെടുത്ത മണ്ണ് നീക്കം ചെയ്തു. മൊത്തത്തിൽ അവർ ഏകദേശം 30 ടൺ മണ്ണ് നീക്കം ചെയ്തു. ഈ അളവിൽ നിരവധി ട്രക്കുകൾ നിറയ്ക്കാൻ കഴിയും. ഓരോ ട്രക്ക് ലോഡും സാധാരണ നിർമ്മാണ അല്ലെങ്കിൽ പൂന്തോട്ട അവശിഷ്ടങ്ങളായി വേഷം മാറി. കുറ്റവാളികൾ പവർ ടൂളുകൾ, ന്യൂമാറ്റിക് ഡ്രില്ലുകൾ, പ്രത്യേക കട്ടിംഗ് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ചു. ഫോർട്ടലേസയിലെ മണ്ണ് പാറയേക്കാൾ കുഴിക്കാൻ എളുപ്പമായിരുന്നു. എന്നിരുന്നാലും അയഞ്ഞ മണ്ണിന് തുരങ്കം തകരുന്നത് തടയാൻ നിരന്തരമായ ബലപ്പെടുത്തൽ ആവശ്യമായിരുന്നു. കുറ്റവാളികൾ ഗുണനിലവാരമുള്ള ബലപ്പെടുത്തലുകളിൽ നിക്ഷേപിക്കുകയും തുരങ്കത്തിൽ അടിസ്ഥാന വൈദ്യുതി സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ സംവിധാനങ്ങൾ വെളിച്ചവും വായു സഞ്ചാരവും നൽകി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളകളിൽ ഒന്നായി മാറാൻ പോകുന്ന ഒരു നിർണായക ഉപകരണമായി അവരുടെ കൃത്യമായ പ്രവർത്തനം തുരങ്കത്തെ മാറ്റി. അവസാന ഘട്ടം നടത്താൻ കുറ്റവാളികൾ 2005 ഓഗസ്റ്റ് 6-7 തീയതികളിലെ വാരാന്ത്യങ്ങൾ തിരഞ്ഞെടുത്തു. ഈ വാരാന്ത്യത്തിൽ ബാങ്ക് അടച്ചിരുന്നു. നഗരത്തിന് അവരുടെ കാലിന് താഴെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. കുറ്റവാളികൾ അവരുടെ കവർച്ചയുടെ സമയം സൈനിക കൃത്യതയോടെ നിശ്ചയിച്ചു. ബ്ലൂ പ്രിന്റുകളും സുരക്ഷാ വിശദാംശങ്ങളും നൽകിയ ഒരു ബാങ്ക് ജീവനക്കാരനിൽ നിന്ന് അവർക്ക് ആന്തരിക വിവരങ്ങൾ ലഭിച്ചു. ബാങ്ക് ശൂന്യമായതിനാൽ കുറ്റവാളികൾ അവസാന ഘട്ടം ആരംഭിച്ചു. തുരങ്കം നേരിട്ട് ബാങ്കിന്റെ നിലവറയ്ക്ക് താഴെയായി. നിലവറ ഒരു വലിയ ഉറപ്പിച്ച കോൺക്രീറ്റ് ഘടനയായിരുന്നു. അതിന്റെ തറ 1.1 മീറ്റർ കനമുള്ള കോൺക്രീറ്റ് സ്ലാബായിരുന്നു. അത് സ്റ്റീൽ ഉപയോഗിച്ച് ഉറപ്പിച്ചിരുന്നു. പരമ്പരാഗത മാർഗങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയാത്ത വിധത്തിലാണ് ഈ സ്ലാബ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുറ്റവാളികൾക്ക് മറികടക്കാൻ ഒരു അവസാന വെല്ലുവിളി കൂടെ ഉണ്ടായിരുന്നു: നിലവറയുടെ തറയിലൂടെ കടക്കുക. വെറും ശക്തി ഉപയോഗിക്കുന്നതിന് പകരം അവരെ സഹായിക്കാൻ അവർ ഹൈടെക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ടൈൽ കട്ടറുകൾ, വജ്രമുനയുള്ള സോകൾ, ന്യൂമാറ്റിക് ഡ്രില്ലുകൾ എന്നിവയ്ക്ക് സമാനമായ പവർ ഉപകരണങ്ങൾ അവർ വിന്യസിച്ചു. ഈ ഉപകരണങ്ങൾ ക്രമേണ കോൺക്രീറ്റ് ദുർബലപ്പെടുത്തി ആ തടസ്സം പൊളിച്ചുമാറ്റി. ഒരു അലാറവും പ്രവർത്തിച്ചില്ല. കുറ്റവാളികൾ ക്യാമറ പ്രവർത്തനരഹിതമാക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തു. ചില ക്യാമറകൾ ശ്രദ്ധാപൂർവം സ്ഥാപിച്ച വസ്തുക്കളുടെ പിന്നിൽ മറഞ്ഞിരുന്നു. അവരുടെ സൂക്ഷ്മമായ ആസൂത്രണം കാരണം ഇന്റീരിയർ അലാറം സംവിധാനം പ്രവർത്തനരഹിതമായിരുന്നു. നിലവറയുടെ തറയിൽ ഒരു ദ്വാരം സൃഷ്ടിച്ചതിനു ശേഷം കുറ്റവാളികൾ ബാങ്കിന്റെ പണത്തിലേക്ക് പ്രവേശിച്ചു. നിലവറയ്ക്കുള്ളിൽ നമ്പറുകളൊന്നുമില്ലാത്ത 50 യഥാർത്ഥ നോട്ടുകളുടെ കൂമ്പാരമുണ്ടായിരുന്നു. പരിശോധിക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ വേണ്ടി ഈ ബില്ലുകൾ കുറച്ചു കാലത്തേക്ക് പ്രചാരത്തിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. കുറ്റവാളികൾ കണ്ടെയ്നറുകളിലും ബാഗുകളിലുമായി പണം ശേഖരിച്ചു. മൊത്തത്തിൽ അവർ ഏകദേശം 164.75 ദശലക്ഷം ബ്രസീലിയൻ റിയൽ മോഷ്ടിച്ചു. ആ സമയത്ത് ഈ തുക ഏകദേശം 70 ദശലക്ഷം US$ തുല്യമായിരുന്നു. മോഷ്ടിച്ച പണത്തിന്റെ ഭാരം ഏകദേശം 3.5 ടൺ ആയിരുന്നു. പണത്തിന്റെ ഫിസിക്കൽ വോളിയം നീക്കം ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യേണ്ടി വന്നു. ഒരു താൽക്കാലിക പുള്ളി സിസ്റ്റം ഉപയോഗിച്ച് കുറ്റവാളികൾ തുരങ്കത്തിലൂടെ ഒന്നിലധികം യാത്രകളിലായി പണം നീക്കി. തുരങ്കത്തിന്റെ പുറത്തു കടക്കുമ്പോൾ കാത്തിരിക്കുന്ന വാഹനങ്ങൾ പണം നിറച്ചു. വേഗതയും കാര്യക്ഷമതയും പരമാവധിയാക്കാൻ എല്ലാ വിശദാംശങ്ങളും ആസൂത്രണം ചെയ്തിരുന്നു. തിങ്കളാഴ്ച രാവിലെ ബാങ്ക് ജീവനക്കാർ തിരിച്ചെത്തുന്നതിന് മുമ്പ് പ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. 2005 ഓഗസ്റ്റ് 8 രാവിലെ വരെ കവർച്ച ശ്രദ്ധയിൽപ്പെട്ടില്ല. ബാങ്ക് ജീവനക്കാർ എത്തി നിലവറ തുറന്നപ്പോൾ പണം കൊള്ളയടിക്കപ്പെട്ടു എന്ന സത്യം അവർ കണ്ടെത്തി.
ബാങ്കിലും പിന്നീട് രാജ്യമെമ്പാടും പരിഭ്രാന്തി പടർന്നു. കവർച്ചയുടെ വ്യാപ്തി നിയമപാലകരെ ഉടനടി നടപടിയെടുക്കാൻ നിർബന്ധിതരാക്കി. വലുതും സങ്കീർണവുമായ ഒരു അന്വേഷണം ആരംഭിച്ചു. ബ്രസീലിയൻ ക്രിമിനൽ ചരിത്രത്തിലെ ഇത്തരത്തിലുള്ളതിൽ ഏറ്റവും വലുതാണിത്. കുറ്റവാളികൾ അവരുടെ പാതകൾ മറയ്ക്കാൻ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചിട്ടും അന്വേഷകർക്ക് സൂചനകൾ കണ്ടെത്താൻ തുടങ്ങി. ഫോറൻസിക് വിദഗ്ധർ വിരലടയാളങ്ങൾ ശേഖരിക്കുകയും ഉപകരണ അടയാളങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്തു. ഈ സൂചനകൾ ഒടുവിൽ സംശയിക്കപ്പെടുന്നവരുടെ ഒരു ചെറിയ കൂട്ടത്തിലേക്ക് വിരൽ ചൂണ്ടി. തുരങ്കത്തിന്റെ സങ്കീർണമായ നിർമ്മാണം കുറ്റവാളികൾക്ക് എഞ്ചിനീയറിംഗിലും നിർമ്മാണത്തിലും സാങ്കേതിക പരിജ്ഞാനമുണ്ടെന്ന് സൂചിപ്പിച്ചു. മാത്രമല്ല, നിർണായക ബ്ലൂ പ്രിന്റുകളും സുരക്ഷാ വിശദാംശങ്ങളും നൽകിയ ഒരു ബാങ്ക് ജീവനക്കാരനായ ഒരു വ്യക്തിയുടെ ഇടപെടൽ അന്വേഷണത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി. കാലക്രമേണ ബ്രസീലിയൻ ഫെഡറൽ പോലീസ് നിരവധി ഗൂഢാലോചനക്കാരെ അറസ്റ്റ് ചെയ്തു. എന്നിരുന്നാലും അനന്തരഫലങ്ങൾ വളരെ വ്യക്തമായിരുന്നില്ല. ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന 25 പേരിൽ ചുരുക്കം ചിലരെ മാത്രമേ ഉടൻ പിടികൂടിയുള്ളൂ. മോഷ്ടിച്ച പണത്തിന്റെ വലിയൊരു ഭാഗം, അതായത് 140 ദശലക്ഷം റിയലിൽ കൂടുതൽ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അറസ്റ്റിലായവരിൽ ചിലർ കൂടുതൽ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി. ഒരു പ്രധാന വ്യക്തിയായ ലൂയിസ് ഫെർണാണ്ടോ റിബൈറോ ധനകാര്യത്തിൽ എക്സ്പേർട്ട് ആയിരുന്നു. അദ്ദേഹത്തെ ചിലർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കുടുംബം മോചനദ്രവ്യം നൽകിയിട്ടും. ഈ അക്രമാസക്തമായ പ്രവൃത്തികൾ ബ്രസീലിലെ ക്രിമിനൽ അധോലോകത്തിന്റെ ക്രൂരമായ സ്വഭാവത്തെ അടിവരയിടുകയും കൂടുതൽ ആഴമേറിയതും സങ്കീർണവുമായ ശൃംഖലകളെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്തു. അന്വേഷണം വർഷങ്ങളോളം തുടർന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ പദ്ധതികളുടെയും വിശാലമായ സംഘടിത കുറ്റകൃത്യ ശൃംഖലകളുടെയും ബന്ധങ്ങളുടെയും കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെത്തി. കവർച്ച ഒറ്റത്തവണ മോഷണമല്ലെന്ന് അവർ മനസ്സിലാക്കി. ബ്രസീലിന്റെ ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ വലിയതും വ്യവസ്ഥാപിതവുമായ വെല്ലുവിളിയുടെ ഭാഗമായിരുന്നു അത്. കവർച്ച രാജ്യത്തുടനീളമുള്ള ബാങ്കുകളെ അവരുടെ സുരക്ഷാ പ്രോട്ടോകോളുകളും റിസ്ക് മാനേജ്മെന്റ് രീതികളും പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതരാക്കി. പ്രതികരണമായി ബാങ്കുകൾ അവരുടെ നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ നവീകരിച്ചു. ഫിസിക്കൽ സുരക്ഷ കർശനമാക്കി. ഡിജിറ്റൽ നിരീക്ഷണം മെച്ചപ്പെടുത്തി. ഈ കവർച്ചയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ലോകമെമ്പാടുമുള്ള ആധുനിക ബാങ്കിംഗ് സുരക്ഷയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർട്ടലേസ കവർച്ചയുടെ ധീരതയും ചാതുര്യവും പൊതുജനങ്ങളുടെ ഭാവനയെ പിടിച്ചു നിർത്തി. നൂറ്റാണ്ടിലെ കവർച്ച എന്ന് പലരും വിശേഷിപ്പിച്ച കവർച്ച ക്രിമിനൽ വൈഭവത്തിന്റെ പ്രതീകമായി മാറി. ഇത് കലാപരവും സിനിമാറ്റിക്കുമായ രൂപാന്തരങ്ങൾക്ക് പ്രചോദനമായി. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി പരമ്പരയായ എ ടൊർണാഡോസ് അസാൾട്ടോ ബ്രോങ്കോ സെൻട്രൽ അഭിമുഖങ്ങൾ, പുനർനിർമ്മാണങ്ങൾ, പിന്നണിയിലെ ഉൾക്കാഴ്ചകൾ എന്നിവയിലൂടെ സംഭവങ്ങളെ പുനരവലോകനം ചെയ്യുന്നു. അസോൾട്ടോ ബാങ്കോ സെൻട്രൽ പോലുള്ള ഫീച്ചർ ഫിലിമുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഈ അനുകരണങ്ങൾ കവർച്ചയുടെ ഇതിഹാസം ബ്രസീലിലും അന്തർദേശീയമായും പ്രതിധ്വനിക്കുന്നത് ഉറപ്പാക്കിയിട്ടുണ്ട്. കവർച്ചയുടെ പശ്ചാത്തലത്തിൽ ബ്രസീലിയൻ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു കഠിനമായ സത്യത്തെ നേരിടാൻ നിർബന്ധിതരായി. ഒരു സുരക്ഷാ സംവിധാനവും പൂർണ്ണമായും അജയ്യമല്ല. കുറ്റവാളികളുടെ സൂക്ഷ്മമായ ആസൂത്രണവും എക്സിക്യൂഷനും ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ സംവിധാനങ്ങളിലെ ദുർബലതകളെ തുറന്നുകാട്ടി. ഈ തിരിച്ചറിവ് ബാങ്കുകളെ അവരുടെ സുരക്ഷാ നടപടികൾ നവീകരിക്കാനും പുതിയ ഫോറൻസിക് സാങ്കേതിക വിദ്യകളും ഇന്റർ ഏജൻസി സഹകരണ രീതികളും സ്വീകരിക്കാനും പ്രേരിപ്പിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, സംഘടിത കുറ്റകൃത്യ ഗ്രൂപ്പുകൾ എന്നിവയ്ക്കെതിരായ ഒരു കർശന നടപടിക്ക് ഈ സംഭവം പ്രചോദനമായി. ഫോർട്ടലേസ കവർച്ചയിൽ നിന്ന് പഠിച്ച പാഠങ്ങളിൽ നിന്നാണ് ഈ പരിഷ്കാരങ്ങളിൽ പലതും കണ്ടെത്താനാകുന്നത്. കവർച്ചയെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത ഇപ്പോഴും ആകർഷകമായി തുടരുന്നു. നിരവധി വശങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. മോഷ്ടിക്കപ്പെട്ട പണത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഇത് ഒളിഞ്ഞിരിക്കുന്ന ഒളിത്താവളങ്ങൾ, രഹസ്യ ബാങ്ക് അക്കൗണ്ടുകൾ, മറ്റ് ക്രിമിനൽ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകാൻ ഫണ്ടുകൾ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത എന്നിവയെക്കുറിച്ചുള്ള വ്യാപകമായ സിദ്ധാന്തങ്ങൾക്ക് കാരണമായി. ഈ നീണ്ടു നിൽക്കുന്ന അനിശ്ചിതത്വം കവർച്ചയുടെ ഇതിഹാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇത് തുടർച്ചയായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിഷയമാക്കുന്നു. ഫോർട്ടലേസയിലെ കവർച്ചയുടെ കഥ ഒരു ബാങ്ക് കൊള്ളയുടെ കഥയ്ക്ക് മേലെയാണ്. മനുഷ്യന്റെ അഭിലാഷത്തെയും അത്യാഗ്രഹം, നിരാശ അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടാനുള്ള ആഗ്രഹം എന്നിവയാൽ നയിക്കപ്പെടുമ്പോൾ ആളുകൾ പോകുന്ന അതിരുകടന്ന അവസ്ഥകളെയും കുറിച്ചുമുള്ള ഒരു ആഖ്യാനമാണിത്. കുറ്റവാളികൾ വെറും മുഖമില്ലാത്ത വ്യക്തികളായിരുന്നില്ല. അവർ നടത്തിയ തിരഞ്ഞെടുപ്പുകളാൽ ജീവിതം നാടകീയമായി മാറ്റിമറിക്കപ്പെട്ട ആളുകളായിരുന്നു. ചിലർ രഹസ്യ ഇടപാടുകളുടെ നീണ്ട ചരിത്രമുള്ള പരിചയസമ്പന്നരായ കുറ്റവാളികളായിരുന്നു. തങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ധാരാളം പണം സമ്പാദിക്കാനുള്ള അവസരത്തെക്കുറിച്ച് ആവേശഭരിതരായ ചിലർ ഈ പദ്ധതിയിൽ പങ്കാളികളായി. ഏറ്റവും സുരക്ഷിതമായ സ്ഥാപനങ്ങളെ പോലും എങ്ങനെ വിശ്വാസത്തെ വഞ്ചിക്കാമെന്ന് ബ്ലൂ പ്രിന്റുകൾ നൽകിയ ആൾ തെളിയിച്ചു. കൊള്ളയുടെ ആഘാതം ദൂരവ്യാപകമായിരുന്നു. അത് ബ്രസീലിലെ ഏറ്റവും നിർണായകമായ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഒന്നിനെ തടസ്സപ്പെടുത്തുകയും അഴിമതിയും വ്യവസ്ഥാപരമായ പോരായ്മകളും തുറന്നുകാട്ടുന്ന ഒരു വലിയ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കവർച്ച ബാങ്കുകളെ പുതിയ സുരക്ഷാ പ്രോട്ടോകോളുകൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കി. ഇത് ഭാവി തലമുറകളെ സമാനമായ ലംഘനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിച്ചു. മാത്രമല്ല, കവർച്ച ബ്രസീലിയൻ ജനപ്രിയ സംസ്കാരത്തിൽ സ്ഥിരമായ ഒരു മുദ്ര പതിപ്പിച്ചു. ഇത് ധീരമായ ക്രിമിനൽ ചാതുര്യത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. കൂടാതെ ഡോക്യുമെന്ററികൾ, സിനിമകൾ, അക്കാദമിക് പഠനങ്ങൾ എന്നിവയുടെ വിഷയമായി. ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾക്ക് പോലും ദുർബലതകൾ ഉണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. നിയമപാലകർക്ക് ഫോർട്ടലേസയിലെ കവർച്ച ഒരു ഉണർവ് സന്ദേശമായിരുന്നു. കുറ്റവാളികൾ ഉപയോഗിക്കുന്ന സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ പരമ്പരാഗത അന്വേഷണ രീതികളെ വെല്ലുവിളിച്ചു. പുതിയ ഫോറൻസിക് രീതികൾ സ്വീകരിക്കുന്നതിലേക്കും ഏജൻസികൾ തമ്മിലുള്ള മെച്ചപ്പെട്ട ഏകോപനത്തിലേക്കും കേസ് നയിച്ചു. ആധുനികവും ഉയർന്ന സാങ്കേതിക വിദ്യയുള്ളതുമായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഈ പുരോഗതികൾ സഹായകമായി. ബ്രസീലിലെ സംഘടിത കുറ്റകൃത്യങ്ങൾക്കും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരായ നടപടികൾ ഭാഗികമായി ഈ കവർച്ചയുടെ പ്രതിഫലനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവസാനം കവർച്ചയുടെ പാരമ്പര്യം ഇരട്ടിയാണ്. ഇത് ക്രിമിനൽ ചാതുര്യത്തിന്റെ ഒരു സ്മാരകമായി നിലകൊള്ളുന്നു. കുറ്റവാളികൾ 80 മീറ്റർ തുരങ്കം നിർമ്മിച്ചു. 1.1 മീറ്റർ കട്ടിയുള്ള ശക്തിപ്പെടുത്തിയ തടസ്സം മറികടന്നു. പരമ്പരാഗത സുരക്ഷാ നടപടികളെ ധിക്കരിക്കുന്ന ഒരു സംവിധാനം ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന്
ഫയലുകൾ മോഷ്ടിച്ചു. അതേസമയം കവർച്ച ബാങ്ക് സുരക്ഷയിൽ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾക്ക് ഉത്തേജനം നൽകി. ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സംവിധാനങ്ങൾ നവീകരിച്ചു. ഒരു സുരക്ഷാ സംവിധാനം എത്ര ശക്തമാണെന്ന് തോന്നിയാലും പുതിയ ഭീഷണികളെ നേരിടാൻ അത് തുടർച്ചയായി വികസിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി. ഇന്ന് ഫോർട്ടലേസയിലെ സെൻട്രൽ ബാങ്ക് കവർച്ചയുടെ കഥ നിശ്ചയദാർഢ്യവും സാങ്കേതിക വൈദഗ്ധ്യവും ക്രിമിനൽ ആവശ്യങ്ങൾക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ശക്തമായ ഉദാഹരണമായി തുടരുന്നു. നിയമപാലകർക്കുള്ള ഒരു കേസ് സ്റ്റഡിയാണിത്. ജനകീയ സംസ്കാരത്തിന്റെ ഒരു വിഷയവും ക്രമസമാധാനത്തിനും അരാജകത്വത്തിനും ഇടയിലുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുമാണിത്. ഫോർട്ടലേസ കവർച്ച സുരക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ അനുമാനങ്ങളെ വെല്ലുവിളിക്കുകയും സങ്കീർണമായ സംവിധാനങ്ങളിലെ മറഞ്ഞിരിക്കുന്ന ദുർബലതകളെ തുറന്നുകാട്ടുകയും ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ ബ്രസീലിയൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇരുണ്ട അടിയൊഴുക്കുകളെയും ഈ കവർച്ച പ്രതിഫലിപ്പിക്കുന്നു. സാമ്പത്തിക അസമത്വങ്ങൾ, അഴിമതി, ഭരണകൂടത്തിന്റെയും ക്രിമിനൽ ശൃംഖലകളുടെയും കുരുക്ക് എന്നിവ അത്തരമൊരു ധീരമായ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. കവർച്ചയ്ക്കൊപ്പം പല കുറ്റവാളികളും അവരുടെ സമ്പത്ത് ഉയരുകയും താഴുകയും ചെയ്തു. ചിലരെ പിടികൂടി ശിക്ഷിച്ചു, മറ്റുള്ളവർ വലിയ തുകകൾ നൽകി അപ്രത്യക്ഷരായി. തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ധനകാര്യ വിദഗ്ധനായ ലൂയിസ് ഫെർണാണ്ടോ റിബൈറോയുടെ കേസ് അത്തരം കുറ്റകൃത്യങ്ങളെ തുടർന്ന് പലപ്പോഴും ഉണ്ടാകുന്ന അക്രമാസക്തമായ പ്രത്യാഘാതങ്ങളുടെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥന്റെ വഞ്ചന അഴിമതിയുടെയും അത്യാഗ്രഹത്തിന്റെയും മനുഷ്യവിലയെ കൂടുതൽ എടുത്തു കാണിക്കുന്നു. ഈ കവർച്ച ഡോക്യുമെന്ററികൾക്കും സിനിമകൾക്കും പ്രചോദനമായി അതിന്റെ ഇതിഹാസം നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. മനുഷ്യന്റെ അഭിലാഷവും ക്രമം നിലനിർത്താൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ ഉദാഹരണമായി ഇത് തുടരുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.